ചാപ്ര ഗ്രാമത്തിന് ഒരു കഥ പറയാനുണ്ട്. ദാരിദ്ര്യത്തിന്റെയും വികസനരാഹിത്യത്തിന്റെയും പടുകുഴിയിൽ നിന്ന് പടിപടിയായി വളർന്നു വന്ന വികസന കഥ, അതും വിരലിലെണ്ണാവുന്ന വർഷങ്ങളിൽ. 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ചാപ്ര ഗ്രാമം പശ്ചിമബംഗാളിലെ മാൽദ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബീഡി നിർമ്മാണം, കൃഷി എന്നിവയായിരുന്നു ഈ നാട്ടിലെ പ്രധാന തൊഴിൽ. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ ഏറെ പിന്നാക്കം നിന്ന ഒരു ഗ്രാമം. ജനങ്ങളിൽ ഏറിയ പങ്കും താമസിച്ചിരുന്നത് ഊരകളിൽ. മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് ഏറെയും വെളിമ്പ്രദേശങ്ങളിൽ. കുട്ടികളിൽ വലിയൊരു ഭാഗം സ്കൂളിന്റെ പടി കാണാത്തവർ. ശുദ്ധജലത്തിനായി ദിവസവും മൈലുകൾ താണ്ടി പോകേണ്ടി വന്നവർ. അങ്ങനെ പട്ടിണി പരിവട്ടങ്ങളിൽ കഴിഞ്ഞിരുന്ന ഗ്രാമത്തിൽ വികസനത്തിന്റെ പ്രതീക്ഷാ കിരണമെത്തുന്നത് 2017. വിഷൻ 2026ന്റെ ഭാഗമായി ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനും മോഡൽ വില്ലേജ് ട്രസ്റ്റും യൂത്ത് ഫോറവും കൈകോർത്തപ്പോൾ ചാപ്ര ഗ്രാമത്തിന് ഒരു വികസന അജണ്ട രൂപപ്പെട്ടു. ആദ്യമായി ഒരു വിപുല സർവേ നടത്തി ഗ്രാമത്തിന്റെ മുഴുവൻ അവസ്ഥകളും രേഖപ്പെടുത്തി. പിന്നീട് അടിയന്തരാവശ്യങ്ങൾ കണ്ടെത്തി മുൻഗണനകൾ നിശ്ചയിച്ചു. പിന്നീടങ്ങോട്ട് പ്രദേശവാസികളും വിഷൻ 2026 പ്രവർത്തകരും ഒത്തൊരുമിച്ച് നടത്തിയ മുന്നേറ്റം ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിലേക്ക് നയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായ ഇടപെടലുകൾ നടത്തി ട്യൂഷൻ സെന്ററുകൾ സ്ഥാപിച്ച് കുട്ടികളെ തിരികെ സ്കൂളിലെത്തിച്ചു. ഇന്ന് ഡ്രോപ്പ് ഔട്ട് രഹിതമായ ഗ്രാമമായി ചാപ്ര മാറിയിരിക്കുന്നു. സാക്ഷരതയിലൂടെ 87% സ്ത്രീകളെയും അക്ഷരാഭ്യാസമുള്ളവരാക്കി മാറ്റി. മാതൃശിശു സംരക്ഷണ പരിപാടികൾ കൃത്യമായി നടപ്പാക്കിയപ്പോൾ ഫലം അത്യുജ്വലമായിരുന്നു. ഇപ്പോൾ ചാപ്രയിൽ പ്രസവത്തോടനുബന്ധിച്ച ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും 0. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച നിരന്തര ബോധവൽക്കരണത്തിലൂടെ പ്രായഭേദമന്യേ സ്ത്രീകളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സ്വഭാവ രൂപീകരണത്തിന് സാധ്യമായി. আগে এটা গোপন ছিল, এখন আমরা এ বিষয় নিয়ে কথা বলতে পারি। আমাদের স্বাস্থ্য উন্নত হয়েছে। ডিউলিস্ট আমরা প্রতি মাসে ডিউ উঠিয়ে নিই আমরা, আর আমাদের প্রতিটা হসপিটাল অ্যাম্বুলেন্স যখনই আমরা কল করি তখনই আসে হসপিটাল, এবং হোম ডেলিভারি আমাদের হসপিটালেই হয়। হোম ডেলিভারি হয় না, হসপিটাল ഡെലിവറി হয় আমাদের. സുരക്ഷിത ഭവനങ്ങളുടെ കാര്യത്തിൽ വൻ പുരോഗതിയാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. 2017 242 കൂരകൾ ഉണ്ടായിരുന്ന ഗ്രാമത്തിൽ ഇന്ന് അവയുടെ എണ്ണം വളരെ കുറഞ്ഞു. വിഷൻ 2026 നേരിട്ട് നിർമ്മിച്ചു നൽകിയവയും സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണത്തിലൂടെ നേടിയെടുത്തവയുമെല്ലാം ചേർത്ത് 135 സുരക്ഷിത ഭവനങ്ങൾ ഇന്ന് ഗ്രാമത്തിൽ ഉയർന്നു കഴിഞ്ഞു. 250ഓളം കുടുംബങ്ങൾ വെളിപ്പുറ വിസർജനം നടത്തിയിരുന്ന ചാപ്രയിൽ ഇന്ന് 270ലധികം കുടുംബങ്ങൾ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറിയിരിക്കുന്നു. വിഷൻ 2026 നിർമ്മിച്ച 25 ശൗചാലയങ്ങൾക്ക് പുറമെ സർക്കാർ പദ്ധതിയിലൂടെയും ധാരാളം പുതിയ ശൗചാലയങ്ങൾ ഇക്കാലയളവിൽ നിർമ്മിക്കപ്പെടുകയുണ്ടായി. ശുചിത്വ ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വലിയൊരു രാസത്വരകമായി വർത്തിച്ചു. ഒരു കാലത്ത് ഗ്രാമത്തിലെ 175ലധികം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി ഏറെ ദൂരം സഞ്ചരിക്കേണ്ടവരായിരുന്നു. വിഷൻ 2026 15 ഹാൻഡ് പമ്പുകളും ഒരു RO പ്ലാന്റും സ്ഥാപിച്ചതോടെ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളം കയ്യെത്തും ദൂരത്തായി. ജലജന്യ രോഗങ്ങൾ ഗണ്യമായി കുറഞ്ഞു. തൊഴിൽ പരിശീലനങ്ങളിലൂടെ 10 സ്ത്രീകൾ സ്ഥിരവരുമാനക്കാരായി മാറിയത് ചാപ്ര ഗ്രാമത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിനും കാരണമായി. আমি এখান থেকে কিছু শিখেছি, যেমন হচ্ছে নাইটি কাটা শিখেছি, চুড়িদার, পায়জামা, এগুলো কাটিং শিখে আবার নিজে কিছু ইনকাম করে ফ্যামিলিকে সহায়তা করতে পারছি। এটা আমার খুব ভালো লাগছে. വിഷൻ 2026ന്റെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പുറമെ ശക്തമായ ബോധവൽക്കരണവും സർക്കാർ പദ്ധതികൾ ഉപയോഗിക്കുന്നതിനുള്ള സജീവ ശ്രദ്ധയും ഒത്തുചേർന്നതോടെയാണ് ഗ്രാമവാസികളിൽ വലിയ തോതിലുള്ള സ്വഭാവ പരിവർത്തനവും അതുവഴി സുസ്ഥിര വികസന മാതൃകകളും നടപ്പായത്. ഈയൊരു നിശബ്ദ വിപ്ലവത്തിന് ഊടും പാവും നൽകിയത് യൂത്ത് ഫോറത്തിന്റെ കലർപ്പില്ലാത്ത പിന്തുണയാണ്. അവരോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. ഗ്രാമത്തിന്റെ സമ്പൂർണമായ മാറ്റങ്ങൾക്ക് ഇനിയും കാതങ്ങളേറെ താണ്ടാനുണ്ട്. ഉദാരമതികളുടെ സഹായങ്ങൾ ചാപ്ര ഗ്രാമത്തിനും നമ്മുടേതുപോലുള്ള ഒരു ജീവിതം സമ്മാനിച്ചേക്കും.
Vision 2026, creating partnership with the needy.